Hello my dear students, welcome to Sapphire Future Academy's Board Booster series. Today we are going to discuss the chapter Electrochemistry and part 5. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ തന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു സെൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സെല്ലിൽ നിന്ന് കൺവേർട്ട് ആകുന്ന യൂസ്ഫുൾ എനർജിയെ നമുക്ക് ഗിബ്സ് ഫ്രീ എനർജി എന്ന് വിളിക്കാമെന്ന് നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്. സെല്ലിൻ്റെ കാര്യമായിട്ടല്ല നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എനർജിയെയാണ് നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി എന്ന് ഡിനോട്ട് ചെയ്യാറ്. അതുപോലെ ഈ സെല്ലിൽ നിന്നും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്ന എനർജി എത്രയാണോ അതിനെ നമുക്ക് ആ സെല്ലിൻ്റെ ഗിബ്സ് ഫ്രീ എനർജി എന്ന് വിളിക്കാം അല്ലേ. And the Gibbs free energy at standard condition can be calculated using the equation negative n എന്ന് പറഞ്ഞാൽ ആ സെല്ലിൽ ട്രാൻസ്ഫർ ആകുന്ന ഇലക്ട്രോൺസ് ഓക്സിഡേഷൻ റിയാക്ഷനിലും റിഡക്ഷൻ റിയാക്ഷനിലും ഇൻവോൾവ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ഫാരഡേസ് കോൺസ്റ്റന്റ് എഫ് ഇൻറ്റു ആ സെല്ല് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ എടുക്കുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ. ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ആ സെല്ലിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എനർജി ദാറ്റ് ഈസ് ഗിബ്സ് ഫ്രീ എനർജി ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഓക്കെ, ദെൻ അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒരു സെല്ല് വർക്ക് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ആ സെല്ല് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അറ്റ് ഇക്വിലിബ്രിയം ആ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സെല്ലിന്റെ ആ സമയത്ത് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോൺസ് ഇക്വേഷൻ അനുസരിച്ച് ഇ സെല്ലിന് ഒരു ഇക്വേഷൻ പഠിച്ചു അല്ലേ. ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ബൈ n ലോഗ് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയം എത്തിയതിനു ശേഷം ഇ സെൽ ഇസ് ഈക്വൽ ടു 0 ആകുമല്ലേ. അപ്പൊ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇവിടെ 0 ആകുവാണ്. Then we can write it as E0 cell is equal to what? 0.0591 by n log പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇക്വിലിബ്രിയം റീച്ച് ചെയ്ത് കഴിയുമ്പോൾ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ആ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വിളിക്കാറ് അല്ലേ. ഇക്വിലിബ്രിയം എത്തിയത് കൊണ്ട് നമുക്ക് ഈ ടേം എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? Kc ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സെല്ലിന്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ടുള്ള റിലേഷൻ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട ഇക്വേഷൻ ആണ് E0 സെൽ ഇസ് ഈക്വൽ ടു 0.0591 ബൈ n ലോഗ് Kc. ഇനി ഇവിടെ 0.0591 തന്നെ എഴുതണമെന്നില്ല. E0 സെൽ ഇസ് ഈക്വൽ ടു 2.303 RT by NF log Kc എന്നും എഴുതാം. ഇങ്ങനെയും എഴുതാം റിലേഷൻ ചോദിച്ചാൽ. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ എല്ലാ തിയറിയും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ നിന്ന് വരുന്ന മോഡൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സ്റ്റാൻഡേർഡ് EMF ഓഫ് ദി ഡാനിയൽ സെൽ ഈസ് 1.1 വോൾട്ട്. ഇത് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഡാനിയൽ സെല്ല് ദാറ്റ് ഈസ് സിങ്ക് കോപ്പർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഉള്ള സെല്ലാണ് ഡാനിയൽ സെൽ അല്ലേ. ഈ സെല്ലിന്റെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലെ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് E0 സെൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സെല്ല് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഗിബ്സ് ഫ്രീ എനർജി എത്രയാണ്? ആ സെൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എത്രയാണ്? ഓക്കെ, ഡാനിയൽ സെല്ലിന്റെ നമ്മൾ പഠിക്കുന്ന തിയറി അനുസരിച്ചുള്ള എല്ലാം പഠിച്ചു വെച്ചിരിക്കണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഇതും NCERTയിൽ ഓൾറെഡി സോൾവ്ഡ് ആണ്. അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഗിബ്സ് ഫ്രീ എനർജി ഫോർ ദി റിയാക്ഷൻ ഓഫ് ഡാനിയൽ സെൽ അല്ലേ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചുള്ളൂ ഗിബ്സ് ഫ്രീ എനർജി ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു മൈനസ് n ഇൻറ്റു എഫ് ഇൻറ്റു E0 സെൽ. ഇനി ഡാനിയൽ സെൽ വർക്ക് ചെയ്യുമ്പോൾ റിയാക്ഷൻ Zn പ്ലസ് Cu2 പ്ലസ് ഗിവിംഗ് Zn2 പ്ലസ് Cu ആണ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് n ഇസ് ഈക്വൽ ടു 2 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ദാറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു എഫിന്റെ വാല്യൂ 96500 ആണെന്നറിയാം ഇൻറ്റു സെൽ പൊട്ടൻഷ്യൽ 1.1.
ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ -212300 ജൂൾസ് എന്നാണ്. ഇതിനെ നമുക്ക് കിലോ ജൂൾസിനും റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ബൈ 1000 ചെയ്താൽ മതി. അപ്പൊ ആൻസർ 212.3 കിലോ ജൂൾസ് എന്ന് വരും. ഓക്കെ, ഇതാണ് ഡാനിയൽ സെല്ലിന്റെ ഗിബ്സ് ഫ്രീ എനർജി ഡെൽറ്റ G0. ഓക്കെ, ഇത് നമ്മൾ ബൈ ഹാർട്ട് മേടിച്ചു വെക്കാം, അതുപോലെ തന്നെ ചെയ്യാനും അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണേ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു. 2.303 RT by NF log Kc. ഓക്കെ, E0 സെല്ല് 1.1 ആണെന്ന് നമുക്കറിയാം. ഇനി ഈ വാല്യൂസ് എല്ലാം കൂടി 0.0591 ആണ്. ഡിവൈഡഡ് ബൈ N is equal to 2 ആണ്. ലോഗ് Kc. ഇനി ഞാൻ ഈ ഇക്വേഷനെ ലോഗ് Kcക്ക് വേണ്ടി റീഅറേഞ്ച് ചെയ്താൽ ലോഗ് Kc is equal to എന്ത് വരും? 1.1 into 2 ഡിവൈഡഡ് ബൈ 0.0591 അല്ലെങ്കിൽ 2.2 ഡിവൈഡഡ് ബൈ 0.0591 എന്ന് വരും. ഓക്കെ, ഇപ്പൊ ലോഗ് Kcയുടെ ആൻസർ വരുന്നത് 37.2881 എന്ന് കിട്ടും. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്യുമ്പോൾ 37.2881 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ലോഗ് Kc കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആൻസർ വേണ്ടത് Kc ആണ് അല്ലേ. അപ്പോ Kc is equal to anti-log of 37.2881 നമ്മൾ ചെയ്യേണ്ടി വരും. ആന്റിലോഗ് എടുക്കാൻ നമ്മൾ പഠിച്ചു വെക്കണം. ആന്റിലോഗ് എടുക്കുമ്പോൾ നമ്മൾ ഈ നമ്പറിനെ 2 പാർട്ടാക്കും. ഓക്കെ, ഡെസിമലിന് മുന്നുള്ള പാർട്ടും ഡെസിമലിന് ശേഷമുള്ള പാർട്ടും ആക്കി തിരിക്കാം. ഓക്കെ, അപ്പൊ ഡെസിമലിന് മുന്നേ ഉള്ള ഈ ആൻസർ എത്രയാണത്? 37 അല്ലേ. അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുക. ഡെസിമലിന് മുന്നേ ഉള്ള പാർട്ടിനെ നമ്മൾ നേരെ 10ന്റെ പവർ ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ അത് ആന്റിലോഗ് ആയിക്കോളും. ഓക്കെ, ഡെസിമലിന് മുന്നേ ഉള്ള പാർട്ടിനെ നേരെ 10ന്റെ പവർ ആയിട്ട് ഇട്ട് കൊടുത്താൽ ആന്റിലോഗ് ആയിക്കോളും. ഇനി ഡെസിമലിന് ശേഷമുള്ള പാർട്ടിന് എന്താ നോക്കണ്ടേ? ഡെസിമലിന് ശേഷമുള്ള പാർട്ട് ഇവിടെ ഒരു ഡെസിമൽ വാല്യൂ ആണ് അല്ലെ, 0.2881 ആണ് കിടക്കുന്നത് അല്ലെ. അത് ഏത് ലോഗ് വാല്യൂ ആണെന്ന് നോക്കുക. അപ്പൊ കുറച്ച് ലോഗ് വാല്യൂസ് പഠിച്ചു വെക്കണം. ലോഗ് 2 is equal to 0.3010 ആണ്. ലോഗ് 3 is equal to 0.4771 ആണ്. ലോഗ് 4 is equal to 0.6020 ആണ്. ലോഗ് 5 is equal to 0.6990 ആണ്. ഇതിൽ ഏത് വാല്യൂ ആണ് ഇവിടെ വന്നിരിക്കണേന്ന് നോക്കാം. ക്ലോസ് വാല്യൂ മതി കേട്ടോ, ആക്യുറേറ്റ് ആയിട്ടൊന്നും കിട്ടില്ല, ക്ലോസ് വാല്യൂ. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാവും ലോഗ് 2വിന് ക്ലോസർ ആയിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ. ലോഗ് 2വിന് ക്ലോസർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 0.30, 0.288 അല്ലെ. അപ്പൊ അത് ഏത് ലോഗ് വാല്യൂ ആണോ അത് ഇവിടെ ആൻസർ ആയിട്ട് എടുത്തെഴുതാം. ഏത് ലോഗ് വാല്യൂ ആണ്? 2 അല്ലെ. ലോഗ് 2വിന്റെ ആൻസർ ആണ് 0.3010, അല്ലെങ്കിൽ ലോഗ് 2വിന്റെ അടുത്താണ് എന്ത്? 0.2881. അപ്പൊ ഇവിടെ ലോഗ് എഴുതണ്ട, കാരണം ലോഗ് ഓഫ് അല്ലല്ലോ, നമുക്ക് ആന്റി ലോഗ് അല്ലേ വേണ്ടേ അല്ലെ. അപ്പൊ ഏത് ലോഗ് വാല്യൂ ആണോ 0.3010 ആയിട്ട് വരുന്നേ ആ വാല്യൂ മാത്രം ഇവിടെ എടുത്തെഴുതാം. ഏത് വാല്യൂ? 2 മാത്രം ഇവിടെ എടുത്തെഴുതിയാൽ മതി. അപ്പോ ഈ വാല്യൂ ഏത് ലോഗ് വാല്യൂടെ അടുത്താണോ വരുന്നത് ആ വാല്യൂ മാത്രം ഇവിടെ എടുത്തെഴുതുക. ഓക്കെ, അപ്പൊ ഇതാണ് ആന്റി ലോഗ് ഓഫ് 37.2881. 37.2881 ആന്റി ലോഗ് എങ്ങനെയാ കണ്ടുപിടിക്കുക? അതിനെ 2 പാർട്ടാക്കുക. ഡെസിമലിന് മുന്നേ ഉള്ള പാർട്ട് 10ന്റെ പവർ ആയിട്ട് നേരെ കൊടുത്തേക്കുക, 10⁻37. ഈ ഡെസിമലിന് ശേഷമുള്ള പാർട്ട് ഏത് ലോഗ് വാല്യൂ ആണെന്ന് നോക്കുക. ആ വാല്യൂ മാത്രം ഇവിടേക്ക് എടുത്തെഴുതുക. കറക്റ്റ് ആയിട്ട് കിട്ടില്ല, വെരി ക്ലോസ് ആയിട്ടേ വരുള്ളൂ, അതനുസരിച്ചുള്ള വാല്യൂ ഇവിടെ എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ അതാണ് ആന്റി ലോഗ് ഓഫ് 37.2881. ദാറ്റ് ഈസ് Kc is equal to 2 into 10⁻37. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്യാൻ അറിഞ്ഞിരിക്കണം. വാല്യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോൺസ് ഇക്വേഷൻ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ. നോക്കുക, Cu plus 2Ag plus giving 2Ag plus Cu2 plus. Cell reaction is provided അല്ലേ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് depict the galvanic cell in which the given reaction takes place. ഈ റിയാക്ഷൻ നടക്കുന്ന
സെല്ല് റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെപ്പിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ മതി. സെൽ റെപ്രസെന്റേഷൻ എഴുതാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ് എന്നൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലായി Cu2+ ആയി. ദാറ്റ് മീൻസ് Cu loses 2 electrons to become Cu2+. അപ്പൊ കോപ്പറിനാണ് ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചേക്കണേ. അപ്പൊ ഇതാണ് നമ്മുടെ ആനോഡ്. ഓക്കെ, അപ്പൊ ആനോഡിൽ എന്താ സംഭവിച്ചേ? Cu2+ ആയെങ്കിൽ അത് അങ്ങനെ തന്നെ ആദ്യം കാണിക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചത്. Cu എന്തായി? Cu2+ ആയി. അപ്പൊ ആനോഡ് പാർട്ട് കണ്ടുപിടിച്ചു, എഴുതി, അത് അങ്ങനെ തന്നെ എഴുതി. ഇനി സോൾട്ട് ബ്രിഡ്ജ്. ഇനി കാഥോഡ് ഇവിടെ Ag+Ag ആയല്ലേ. 2Ag+ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് 2Ag ആയിട്ട് മാറി. ഇതാണ് ഇക്വേഷൻ വൈസ് നമ്മൾ എഴുതുമ്പോൾ വരുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്താൽ മതി? സെൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചേഞ്ച് എന്താണോ അത് മാത്രം കാണിച്ചാൽ മതി. ബാലൻസിങ്ങോ നമ്പേഴ്സോ അവിടെ ഇൻവോൾവ്ഡ് അല്ല. ജസ്റ്റ് എന്ത് ചേഞ്ച് നടക്കുന്നു എന്ന് മാത്രം കാണിക്കുന്നതാണ് സെൽ റെപ്രസെന്റേഷൻ. അപ്പൊ ഇവിടെ Ag+ എന്തായിട്ട് മാറി? Ag ആയിട്ട് മാറി എന്ന് മാത്രം കാണിച്ചാൽ മതി. ഇതാണ് റെപ്രസെന്റേഷൻ ഓഫ് സെൽ. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Give the direction of flow of current. Give the direction of flow of current. നമുക്കറിയാം ആനോഡിൽ നിന്ന് ഈ ഇലക്ട്രോൺസ് കാഥോഡിലേക്ക് വരുവാണ് ചെയ്യുന്നത് അല്ലേ. ഇതാണ് കാഥോഡ്, സിൽവർ ആണ് കാഥോഡ്, കോപ്പർ ആനോഡ്. അപ്പോ ആനോഡിൽ നിന്ന് ഈ ഇലക്ട്രോൺസ് കാഥോഡിലേക്ക് വരുവാണ്. അപ്പൊ ഇലക്ട്രോൺസ് ഫ്ലോസ് ഫ്രം ആനോഡ് ടു കാഥോഡ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ കറണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇലക്ട്രോൺ ഫ്ലോയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കറണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് അല്ലേ. അപ്പൊ കറണ്ട് ഫ്ലോസ് ഫ്രം കാഥോഡ് ടു ആനോഡ്. ഇവിടുത്തെ കാഥോഡ് ആരായിരുന്നു? സിൽവർ ടു കോപ്പർ. കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ സിൽവർ ടു കോപ്പർ എന്ന് വരും ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? റൈറ്റ് ദി ഹാഫ് സെൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ്. അത് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു അല്ലേ. ആനോഡ് കോപ്പർ ആണ്. കോപ്പറിൽ നടക്കുന്നത് Cu ഗിവിംഗ് Cu2++ 2 ഇലക്ട്രോൺ അറ്റ് ആനോഡ്. ഇനി സിൽവർ 2Ag+ ബാലൻസ് ചെയ്ത് തന്നെ എഴുതണം. 2 ഇലക്ട്രോൺ ഗിവിംഗ് 2Ag. ഇതാണ് കാഥോഡ് അറ്റ് കാഥോഡ്. ഇവിടെ ഹാഫ് സെൽ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ബാലൻസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. Ag++1 ഇലക്ട്രോൺ ഗിവിംഗ് Ag എന്ന് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ബാലൻസ് ചെയ്യുമ്പോഴാണ് അത് × 2 ചെയ്തു വരുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് ഹാഫ് സെൽ റിയാക്ഷൻസ്. Then next question, E0 cell for the given reaction is 2.71 volt എന്ന് തന്നിട്ടുണ്ട്. ഏത് സെല്ലിന്റെ? മാഗ്നീഷ്യവും കോപ്പറും കൂടി ഉള്ള സെല്ലിന്റെ. Mg+Cu2+ giving Mg2++ Cu. കാൽക്കുലേറ്റ് E cell. ആദ്യത്തെ ക്വസ്റ്റ്യൻ E cell കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ E cell is equal to നൺസ് ഇക്വേഷൻ അനുസരിച്ച് എന്ത് വരും? E0 cell -0.0591 by n log concentration of C⁻C, concentration of D⁻D divided by concentration of A⁻A, concentration of B⁻B. This is according to Nernst equation. ഇത് ആദ്യം വേണമെങ്കിൽ എഴുതി വെക്കുക, കാരണം Nernst equation ഉപയോഗിച്ച് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇക്വേഷൻ എഴുതുന്നതിന് മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി E0 cell is provided. E cell is equal to E0 cell is given as 2.71 volt minus 0.0591 divided by n കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. n എങ്ങനെയാ നോക്ക്. ഇവിടെ മഗ്നീഷ്യം എന്തായിട്ടാ ചേഞ്ച് ആയിരിക്കുന്നത്? മഗ്നീഷ്യം 2+. മഗ്നീഷ്യം 2+ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ലോസ് 2 ഇലക്ട്രോൺ എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ n is equal to 2 ആണ്. അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ by 2 log product
പ്രോഡക്റ്റ് ഇവിടെ ആരൊക്കെയാ? മഗ്നീഷ്യം 2+ ഉണ്ട്, മഗ്നീഷ്യം 2+ ഉണ്ട്, കോപ്പറും ഉണ്ട് അല്ലേ? ഇതില് കോപ്പർ മെറ്റൽ ആണ്, അതിന്റെ കോൺസെൻട്രേഷൻ 1 വരും. അതുകൊണ്ട് എക്സ്പ്രഷനിൽ എഴുതണ്ട, ആരെ മാത്രം എഴുതിയാൽ മതി? കോൺസെൻട്രേഷൻ ഓഫ് Mg2+ മാത്രം എഴുതിയാൽ മതി. കോഎഫിഷ്യന്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇവിടെ പവർ ഒന്നും വരില്ല. ഒക്കെ ശ്രദ്ധിച്ചോളണം കേട്ടോ. കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അത് പവർ ആയിട്ട് വരും. ഇനി ഡിവൈഡഡ് ബൈ റിയാക്ടൻസ് എഴുതണം അല്ലെ? ഇവിടുത്തെ റിയാക്ടൻസ് ആരൊക്കെയാ? മഗ്നീഷ്യം Cu2+. മഗ്നീഷ്യം അഗൈൻ മെറ്റൽ ആണ്, കോൺസെൻട്രേഷൻ 1 വരും, അത് എഴുതണ്ട. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് Cu2+. അവിടെയും കോഎഫിഷ്യൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പവർ ഒന്നുമില്ല, പവർ 1 ആണ്. ഇനി പ്രോബ്ലത്തിൽ ഇവരുടെ കോൺസെൻട്രേഷൻ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന കണ്ടോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോ 2.71 മൈനസ് 0.0591/2. ഇത് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ, മിക്ക പ്രോബ്ലത്തിൽ ഇത് വരുമായിരിക്കും. ഈ by 2 എന്ന് പറയുന്നത് എല്ലാത്തിലും വരും. അപ്പൊ ഈ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. വാല്യൂ വരുന്നത് 0.0296 എന്നാണ് അതിന്റെ വാല്യൂ വരുന്നത്. ലോഗിന് ശേഷം കോൺസെൻട്രേഷൻ ഓഫ് Mg2+ എത്രയാണ് അവിടെ? 0.001 ആണ് അല്ലെ? അതിവിടെ ലോഗിന്റെ ടേമിലായതുകൊണ്ട് 10ന്റെ പവർ ആയിട്ട് എഴുതുന്നതോ നല്ലത്. ഇവിടെ 10⁻³ എന്നാക്കുക ഞാനിത്. 0.001 ക്യാൻ ബി റിട്ടൺ ആസ് 10⁻³ ഇവിടെ ലോഗ് 10⁻³ എന്ന് കൊടുത്താൽ മതി. പവർ ഒന്നുമില്ല, 1 ആണ്. ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ ഇവിടെ എങ്ങനെയാ? 0.01. അതിന് എനിക്ക് 10⁻² എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഞാൻ 10⁻² എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 10ന്റെ പവറിൽ എഴുതിയാൽ ലോഗ് പെട്ടെന്ന് കട്ടായി പോകും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് രണ്ടിന്നും 10⁻² ക്യാൻസൽ ആയി പോവും. ബാക്കി ഇവിടെ 10⁻⁻1 വരും. ഓക്കെ, 2.71 മൈനസ് 0.0296 ലോഗ് 10⁻⁻1 എന്ന് വന്നു. ലോഗ് 10⁻⁻1 ലോഗ് a⁻n എന്ന് പറഞ്ഞാൽ n × ലോഗ് a ആണ് അല്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള റിലേഷൻസ് ആണ്. ഇവിടെ എന്ത് വരും? 2.71 മൈനസ് 0.0296 ഇൻറ്റു -1 ഇൻറ്റു ലോഗ് 10 എന്ന് വരും. ഇനി ലോഗ് 10 = 1 ആണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലോഗ് 10 1 ആണ്, ഇത് -1ഉം ഈ മൈനസും കൂടി ചേർന്ന് പോസിറ്റീവ് ആകും. ദാറ്റ് ഈസ് 2.71 പ്ലസ് 0.0296 ആയിരിക്കും നമ്മുടെ ആൻസർ. എന്ത് വരും? 2.7396 വോൾട്ട് എന്ന് വരും ഈ സെല്ല്. ഈ സെൽ ഇസ് ഈക്വൽ ടു 2.7396 വോൾട്ട് എന്ന് വരും. Then ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറന്റ് when an external potential of less than 2.71 is applied. 2.71 വോൾട്ടിനേക്കാളും കുറഞ്ഞ ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സെല്ല് വർക്ക് ചെയ്യുമ്പോൾ ഈ സെല്ലിൽ നിന്ന് നമുക്കൊരു വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ വോൾട്ടേജിനേക്കാൾ വലിയൊരു വാല്യൂ നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്താൽ ഇവിടെ സംഭവിക്കുന്നത്, സാധാരണഗതിയിൽ കറണ്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ആനോഡ് ടു കാഥോഡും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാഥോഡ് ടു ആനോഡും ആണ്. ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം ആനോഡ് ടു കാഥോഡ്, കറണ്ട് ഫ്ലോസ് ഫ്രം കാഥോഡ് ടു ആനോഡ് ആണ് അല്ലെ? അപ്പൊ അവിടെ എന്താണോ സംഭവിച്ചുകൊണ്ടിരുന്നത് അതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും നടക്കുക. ഇഫ് വി ആർ അപ്ലൈയിങ് എ പൊട്ടൻഷ്യൽ greater than cell potential is applied. സെല്ലിന്റെ പൊട്ടൻഷ്യലിനേക്കാളും വലിയൊരു പൊട്ടൻഷ്യൽ കൊടുത്താൽ ആ പുറത്തുനിന്ന് വരുന്ന പൊട്ടൻഷ്യൽ ആണ് കൂടുതൽ അല്ലെ? ഇവിടുത്തെ നമ്മുടെ സെല്ല് തരുന്ന പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇത്ര നേരം സെല്ലിൽ എന്താണോ നടന്നുകൊണ്ടിരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുക. ഓക്കെ, അപ്പൊ നോർമലി എന്താ നടക്കുക? നോർമലി നടക്കുന്നതാണ് ദേ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം ആനോഡ് ടു കാഥോഡ്, കറണ്ട് ഫ്ലോസ് ഫ്രം കാഥോഡ് ടു ആനോഡ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് എങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും? ആനോഡിൽ നിന്ന്
ക്യാഥോഡിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. എപ്പോ? ഗ്രേറ്റർ ദാൻ സെൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താൽ. ഓക്കെ, അപ്പൊ ഗ്രേറ്റർ ദാൻ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് എന്ത് സംഭവിക്കും? കറണ്ടിന്റെ ഫ്ലോ റിവേഴ്സ് ആവും. എവിടേക്ക് വരും? ആനോഡ് ടു കാഥോഡ് ആവും. ഇപ്പൊ ഇവിടെ ആനോഡ് ആരാ? മഗ്നീഷ്യം. മഗ്നീഷ്യം ടു കോപ്പർ ആയിട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? ലെസ് ദാൻ 2.71. അത് സെൽ പൊട്ടൻഷ്യലിനേക്കാളും കുറഞ്ഞൊരു പൊട്ടൻഷ്യലാണ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഒന്നും സംഭവിക്കാനില്ല. എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഈസ് ലെസ് ദാൻ സെൽ പൊട്ടൻഷ്യൽ. അപ്പൊ സെൽ പൊട്ടൻഷ്യൽ തന്നെയാണ് കൂടുതൽ. അപ്പൊ സെൽ എന്ത് വിചാരിക്കുന്നു അതുപോലെ തന്നെ നടക്കും. അപ്പൊ അവിടെ ഈ ഡയറക്ഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ദാറ്റ് ഈസ് കറണ്ട് ഫ്ലോസ് ഫ്രം കാഥോഡ് ടു ആനോഡ്. കറണ്ട് ഫ്ലോസ് ഫ്രം കാഥോഡ് ടു ആനോഡ്. കാഥോഡ് ടു ആനോഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? കോപ്പർ ടു മഗ്നീഷ്യം ആയിരിക്കും കറണ്ടിന്റെ ഫ്ലോ. അപ്പൊ അത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കാം. ഗ്രേറ്റർ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ സെല്ല് റിവേഴ്സ് ആവും. ലെസ് ദാൻ പൊട്ടൻഷ്യൽ ആണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല, സെല്ലിന്റെ ഇഷ്ടത്തിന് തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, കാൽക്കുലേറ്റ് EMF ഓഫ് ദി ഫോളോയിങ് സെൽ അറ്റ് 298 കെൽവിൻ. സെല്ല് തന്നിട്ടുണ്ട് 2Cr plus 3Fe2 plus giving 2Cr3 plus plus 3Fe. കണ്ടോ? ബ്രാക്കറ്റിൽ അവരുടെ കോൺസെൻട്രേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ദെൻ ഗിവൺ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽസ് ഓഫ് ക്രോമിയം ആൻഡ് അയൺ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? EMF അല്ലെങ്കിൽ E സെൽ ആണ് അല്ലേ. അതിനാദ്യം നമ്മൾ E0 സെല്ല് കണ്ടുപിടിക്കണം. E0 സെൽ ഈസ് നോട്ട് പ്രൊവൈഡഡ്, വാല്യൂസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ചെയ്ത് നമ്മൾ E0 സെല്ല് കണ്ടുപിടിച്ച് വെക്കണം. അപ്പൊ അതിനാദ്യം നമ്മളിവിടെ ആരാണ് കാഥോഡ് ആരാണ് ആനോഡ് എന്നൊക്കെ കണ്ടുപിടിക്കണ്ടേ. ആരാ ഇവിടെ ആനോഡ്? ഇവിടെ ആനോഡ് നോക്കിയേ, ക്രോമിയം ഈസ് കൺവേർട്ടിംഗ് ടു ക്രോമിയം 3+. Cr losing 3 electrons and becomes Cr3+. അല്ലെ? ഇപ്പൊ ഇവിടെ ആനോഡ് എന്ന് പറയുന്നത് ക്രോമിയം ആണെന്ന് കിട്ടി. ക്രോമിയം. ഇനി കാഥോഡ് ആരാണെന്ന് നോക്കിക്കേ. കാഥോഡ് Fe2+. Fe2+ പ്ലസ് 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തത് എന്താവുന്നു? Fe ആകുന്നു. അപ്പൊ അയേണിനാണ് ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത്. അപ്പൊ അയേൺ ആണ് ഇവിടുത്തെ കാഥോഡ്. ഓക്കെ, അപ്പൊ ഇനി E0 സെല്ലിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? E0 അയേൺ മൈനസ് E0 ക്രോമിയം എന്ന് കൊടുക്കാം. കാഥോഡിന് പകരം അയേൺ ആണ് ഇവിടെ, ആനോഡിന് പകരം ക്രോമിയം ആണ് ഇവിടെ. ഇനി രണ്ടുപേരുടെയും വാല്യൂസ് തന്നിട്ടുണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പൊ എന്ത് കൊടുക്കണം? E0 അയേണിന് പകരം -0.44 മൈനസ് E0 ക്രോമിയത്തിന് പകരം -0.74. ആ മൈനസ് നെഗ്ലക്ട് ചെയ്യരുത്, -0.74 ആണ് കേട്ടോ. അപ്പൊ ഇതെന്ത് വരും? -0.44 പ്ലസ് 0.74 എന്ന് വരും. ഓക്കെ, 0.30 വോൾട്ട് എന്ന് വരും അല്ലെ. E0 സെൽ എത്രയാണ്? 0.30 വോൾട്ട് എന്ന് വരും. ഇനി അപ്പൊ E0 സെല്ല് കിട്ടി. ഇനി നമുക്ക് നോൺസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. E സെൽ ഇസ് ഈക്വൽ ടു, അഗൈൻ ഇവിടെ നമ്മൾ ആദ്യം നോൺസ് ഇക്വേഷൻ എഴുതി കാണിച്ചോളണം. E0 സെൽ -0.0591/n log concentration of C raised to C, concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B. Okay, then ഇവിടെ ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, n കണ്ടുപിടിക്കണം അല്ലെ. n is equal to എത്ര വരുന്നു കണ്ടുപിടിക്കണം. n is equal to, അതിന് ഇവിടെ ആരെങ്കിലും ഒരാളെ നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആനോഡിനെ ഞാൻ എടുക്കുവാണ്. 2Cr giving 2Cr3+ ആണ് അല്ലേ. ഇവിടെ 2Cr giving 2Cr3+ ആണ്. അപ്പൊ നോക്കിക്കേ, ഒരു ക്രോമിയം 3+ ആവുമ്പോൾ നമുക്ക് ഉറപ്പാണ് അത് 3 ഇലക്ട്രോണിനെ കളയും. ഇവിടെ 2 ക്രോമിയം ഉണ്ടെങ്കിലോ ദാ അടുത്ത ക്രോമിയം കൂടി ഒരു Cr3+ ആവണമെങ്കിൽ അതും എന്ത് ചെയ്യണം? 3 ഇലക്ട്രോൺസിനെ കളയണം. അപ്പോഴാണ് ഇത് രണ്ടും കൂടി ചേർന്ന് 2Cr giving 2Cr3+ എന്നാവുന്നത്. ഒപ്പം ഇവിടെ 6 ഇലക്ട്രോൺസ് ലൂസ് ആവുന്നുണ്ട്. കണ്ടോ? അപ്പൊ ഇവിടെ n is equal to 6 ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ നോക്കി കണ്ടുപിടിക്കണം. ആരുടെയെങ്കിലും ഒരാളുടെ ഇതുപോലെ എഴുതി നോക്കി കണ്ടുപിടിക്കുക. അപ്പൊ n is equal to 6 ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. E0 സെല്ല് 0.3 മൈനസ് 0.0591/6 ലോഗ് പ്രോഡക്റ്റ്. ഇവിടെ ക്രോമിയം ഉണ്ട്, അയണും ഉണ്ട്.
അയൺ മെറ്റൽ ആണ് എഴുതണ്ട, ക്രോമിയം എഴുതണം. കോൺസെൻട്രേഷൻ ഓഫ് Cr3+, കോഎഫിഷ്യന്റ് ഉണ്ട്, അത് പവർ ആയിട്ട് കൊടുത്തു. ഡിവൈഡഡ് ബൈ റിയാക്ടൻസ് ആരൊക്കെയാ? ക്രോമിയം Fe2+, ക്രോമിയം മെറ്റൽ ആണ് എഴുതണ്ട, Fe2+ എഴുതണം, പവർ ഉണ്ട് 3. ഇനി അവരുടെയൊക്കെ കോൺസെൻട്രേഷൻ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, ആ വാല്യൂ കൊടുക്കാം. 0.3 മൈനസ് 0.0, ഇത് ചെയ്തു നോക്കുക. ചെയ്യുമ്പോൾ വരുന്നത് 0.009 സംതിങ് ആണ് വരുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോഗ് ഇവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കോൺസെൻട്രേഷൻ നോക്കുക അല്ലെ. ക്രോമിയം 3+, എത്ര തന്നിരിക്കുന്നത്? 0.01 എന്ന് പറഞ്ഞാൽ 10⁻⁻² ആണ് അല്ലെ. അപ്പൊ 10⁻⁻²ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ Fe2+, 0.1 എന്ന് പറഞ്ഞാൽ 10⁻⁻1 ആണ്. അപ്പൊ 10⁻⁻1ന്റെ ക്യൂബ്. ഓക്കെ, ദാറ്റ് ഈസ് 0.3 മൈനസ് 0.009. ഇവിടെ ഇതെന്ത് വരും? ഇത് 10⁻⁻4 ബൈ 10⁻⁻3 എന്ന് വരും അല്ലെ. ഈ വാല്യൂ ഇതിൽ നിന്ന് -3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഗെയിൻ ബാലൻസ് വരുന്നത് 10⁻⁻1 ആണ്. അപ്പോൾ ലോഗ് 10⁻⁻1 വരും. നേരത്തെ നമ്മൾ കണ്ടു ലോഗ് 10⁻⁻1 വരുമ്പോൾ 0.3 മൈനസ് 0.009 ഇൻറ്റു -1 ഇൻറ്റു ലോഗ് 10 എന്നാവും. ലോഗ് 10 1 ആയതുകൊണ്ട് ഈ നെഗറ്റീവ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്താൽ 0.3 പ്ലസ് 0.009 അല്ലെങ്കിൽ 0.309 വോൾട്ട് എന്ന് വരും ആൻസർ ഏകദേശം. ഇതാണ് ഈ ഒരു സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് അല്ലാത്ത വാല്യൂ, ഈ സെൽ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നേൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ചോദിക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ നിന്ന് കൂടുതലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്ന പോർഷൻ തീർന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോലിറ്റിക് സെല്ലും അതിൻ്റെ കണ്ടക്ടിവിറ്റിയും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.